ഒരു ഹിന്ദി സിനിമയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സെൻറ്റൻസ് എടുത്തിരിക്കുന്നത്. ഒരു സെൻറ്റൻസ് ആ ഒരു ഹിന്ദി സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പെണ്ണ് ഒരു ചെക്കനോട് പറയുന്നത് എന്താ വെച്ചാൽ ബേഷറം, അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പോകാമെന്ന്. ബേഷറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാണമില്ലാത്തവൻ എന്നുള്ളതാണ്. എടാ നാണമില്ലാത്തവനെ എന്ന് വിളിച്ചിട്ട് പോവാണ്. ബേഷറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമില്ലാത്തവൻ എന്നുള്ളതാണ്. നാണമില്ലാത്തവന് അങ്ങനെ പറയില്ല ചില ആൾക്കാരോട്. എടാ ഒരു ലജ്ജയില്ലാത്ത, ഷെയിംലെസ് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് വരുന്നത് ഏത് ബേഷറം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടൊരു സെൻറ്റൻസ് അവിടെ ഉണ്ടായിരിക്കുന്നു. തും ഏക്ക് ബേഷറം ഛൂട്ടാ ഹേ. തും നീ, ഏക്ക് ഒരു, ബേഷറം നാണമില്ലാത്ത, ഛൂട്ടാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കള്ളത്തരം പറയുന്നവനാണ്, കളവ് പറയുന്നവനാണ്, നുണ പറയുന്നവനാണ്, കള്ളനാണ്, നീ കള്ളത്തരം പറയുന്നവനാണ് എന്നുള്ള. ബേഷറം ഛൂട്ടാ ഹേ. ബേഷറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവം. ഓക്കെ, ബേഷറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട സാധനമാണിത്. ബേഷറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമില്ലാത്തവൻ. ബേഷറം ഛൂട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് പറയുന്നവൻ. നമ്മൾ കേട്ടിട്ടില്ലേ ഛൂട്ട്, ഛൂട്ട് ഹേ, ഇത് കളവാണ്. അല്ലെങ്കിൽ വേറൊരാൾ ചോദിക്കില്ലേ ഛൂട്ട് ഹേ യാ സച്ച് ഹേ. യാ എന്ന് പറയുന്ന സമയത്ത് യാ സച്ച് ഹേ, അതോ ഇതോ, അതാണോ ഇതാണോ, കളവാണോ അതോ സത്യമാണോ, ഛൂട്ട് ഹേ യാ സച്ച് ഹേ, അല്ലെങ്കിൽ ഛൂട്ട് യാ സച്ച്, അങ്ങനെയൊക്കെ ചോദിക്കലില്ലേ. അപ്പോൾ അതാണ് ഛൂട്ട്. ഇവിടെ ഛൂട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് പറയുന്നവൻ. ഛൂട്ടാ ഹേ, എങ്ങനത്തെ കളവ് പറയുന്നവൻ? ബേഷറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമില്ലാത്ത എന്ന് പറഞ്ഞില്ലേ, ലജ്ജയില്ലാത്ത, നാണമില്ലാത്തവനെ അങ്ങനെ പറയില്ലേ. അങ്ങനത്തെ സമയത്താണ് ബേഷറം എന്ന് പറയുന്നത്.